നീ അവന്റെ മുതുകത്തൊന്ന് നോക്കണം. എന്നാത്തിന്? നിങ്ങ കാര്യം പറ മനുഷ്യനെ. ഞാൻ അവനിട്ട് ശരിക്കൊന്ന് പൂശി. ശരിക്കെന്ന് വെച്ചാ ശരിക്കും കൈ ഉളുക്കിപ്പോയി. കൈ കൊണ്ടാണോ തല്ലിയത്? കൈ കൊണ്ടല്ല കേട്ടാ, കൈ കൊണ്ടല്ല. പോലാത്തെ ആനനായര് കൊണ്ട് കിടക്കണ വടിയില്ലേ, അതേ കിട്ടിയുള്ളൂ. അതെങ്കിൽ അത് വെച്ച് പെരുക്കി കൊടുത്തു. എന്റെ ഭഗവതി, ആനവടി കൊണ്ടാണോ തല്ലിയത്? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെ അങ്ങോട്ട് തല്ലി കൊന്നേക്കാൻ മേലായിരുന്ന. തല്ലി തീർന്നിട്ടില്ലടി, അവനൊന്നിങ്ങാട്ട് വന്നോട്ടെ. ആ, ഇനി വേറൊരു കാര്യം. അവനും ആ കോലത്തെ പെണ്ണുമായിട്ട് അടുപ്പാണ്. കൊച്ചമ്പ്രാട്ടി അടുപ്പാണ്. ആ, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയണത് കേട്ട്. അത്രേ ഉള്ള. നിനക്കതേപ്പറ്റി വല്ലതും അറിയായ? അറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. എന്നതറിയാ? അല്ലേ പോട്ടെ, നിന്റെ അറിവ് എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാണ്ടിരുന്ന എന്താണ്? എങ്ങനെ പറയുമെന്നേ, എപ്പ നോക്കിയാലും കടിച്ചു കീറാൻ നിൽക്കുകയല്ലേ. അത് നേരാ, പേടി തോന്നും. അത് പോട്ടെ, നിനക്കതേപ്പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണ്? കൊള്ളാന്നാ കൊള്ളുകയില്ലെന്നാ? നിങ്ങ ഇപ്പൊ ഇതെന്തു ഭാവിച്ചോണ്ടാണ് ഈ ചോദിക്കണത്? അതൊന്നറിഞ്ഞാട്ട്. ഇതുപോലൊരു കാര്യം ഉണ്ടായ അമ്മയുടെ അഭിപ്രായമല്ലേ ആദ്യം അറിയേണ്ടത്. അമ്മ പറ. അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഉമ്മക്ക് എന്താണെന്നേ. ഇക്കാലത്ത് ജാതിയും മതമൊക്കെ ആരാണ് നോക്കണത്? ആര് നോക്കണ്? കാശുണ്ടാ, ജാതിയില്ല, മതം ഒട്ടുമില്ല. ഇതിപ്പൊ ഉമ്മക്കൊറ്റ മകനാണ്. ആണ്. അവന് കഴിയാനുള്ളതിലേറെ സ്വത്തുമുണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിനെ ഉമ്മക്കെന്നാത്തിനാണ്? ഒരാവശ്യവും ഇല്ല. പെണ്ണ് നന്നായിരിക്കണം. അത്രേ ഉള്ളു. ഇപ്പൊ എത്ര ചേലായി. അപ്പൊ അങ്ങനെ തന്നെ നടക്കട്ടെന്നാ. നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ പിന്നെ. നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ എടീ കൊച്ചുവാള തന്തക്ക് പറഞ്ഞവനടി. എന്റെ തന്തേനെ വെട്ടിയരിഞ്ഞു കൂട്ടിയ കോലാത്തുനിന്ന് എന്റെ മോനൊരു സംബന്ധ ഒരു താങ് വെച്ച്. വെട്ടിയരിഞ്ഞവരൊക്കെ പോയില്ലേ? ഇപ്പോഴുള്ള പാവങ്ങൾ എന്ത് വിളിച്ച്? അല്ലേ തന്നെ കോലാത്തി എന്നിട്ടല്ലേ വെട്ടിയരിഞ്ഞത്? അല്ലല്ല, നീ ലാപ്പായിന്റ് പറയാൻ പോവുകയാണ്. എങ്കിൽ ഞാനും പറയാടി. കോലാത്തി എന്നത് തെറ്റ്. മുറിയിലെങ്ങനെ കേറി? വാതിന് തുറന്നു കൊടുക്കാണ്ട് മുറിയിൽ കയറാൻ ഒക്കുക? അതാര് തുറന്നു കൊടുത്ത്, എന്തിനു തുറന്നു കൊടുത്ത്? പറയടി, പറ. നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സ് പോലെ ചെയ്തോളാ. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ തന്തേനെ വെട്ടിയരിഞ്ഞു കൂട്ടിയിരിക്കണത് കണ്ട കണ്ണുകൊണ്ടേ എനിക്ക് വേറെ ചിലതും കൂടി കാണണോടി. കൊച്ചുവാവ വിടുകേല. ഉദ്ദേശം മോനെ നിന്നെ ഒത്തിരി തന്നെയാ. എന്നെ തോപ്പിച്ചണ്ട് ഇവളാടൊന്നിച്ച് ഇവിടെ കയറി സാമതിച്ചുകളയാന്ന് കരുതി ഇല്ലടാ? ഇല്ല. പിന്നെ ഇവളെ വിളിച്ചണ്ട് ഇങ്ങാട്ട് വന്നതിന്റെ ഉദ്ദേശം? നനക്കതിനുള്ള ചങ്കുറപ്പങ്ങളുണ്ടായി. എന്റെ അച്ഛനും അമ്മയും അല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുകയാണെങ്കിൽ. സമ്മതിച്ചില്ലെങ്കിലാ? ഞങ്ങള് കാലമേ വീണിട്ട് അങ്ങോട്ട് മാപ്പ് ചോദിക്കാം. എടി, കൊച്ചുവാവക്കൊരു തന്തേ ഉള്ളു. നിങ്ങളുടെ കോലാത്ത മുറിയിലിട്ട് വെട്ടിക്കണ്ടിച്ചു കൊന്ന കൊച്ചിരാമൻ. അതുപോലെ ഒരു വാക്കും വിളിച്ചണ്ടിറങ്ങണ പുറത്ത്. എങ്ങാട്ട് പോണ്? മുറിയിൽ നിന്നൊരു പുസ്തകം എടുക്കണം. മാളികയിൽ ഉണ്ണികൃഷ്ണന്റെ വകയാണ്. അങ്ങാട്ട് കയറാൻ പറ്റുകയില്ല. ഈ വീട്ടിലുള്ളതൊക്കെ കൊച്ചുവാവയുടെ വകയാണ്. ഉണ്ണികൃഷ്ണന്റെതേ അമ്പാടിയിലാണ്. അങ്ങാട്ട് എല്ലാം പറ. അമ്മേ, അമ്മേശപ്പുറത്തിരിക്കുന്ന വലിയ പുസ്തകം ഞാൻ ഉണ്ണികൃഷ്ണനോട് വാങ്ങിയതാണ്. അതവന് കൊടുത്തേക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് നീ എവിടെ പോകാൻ പോകേണ്ട പൊന്നു മോനെ? എവിടെയെങ്കിലും പോയി ചാകട്ടടി. അവളെ വിളിച്ചോണ്ട് ഇറങ്ങണ പുറത്ത്. യാത്ര ചോദിക്കില്ലതേ. ഞങ്ങൾ പോകുന്നു. നെല്ല്, ഇതും കൂടെ കേട്ടാണ്ട് പോയാ മതി. പുറത്ത് കണ്ടാ നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. പ്രായപൂർത്തിയാകാത്തവരാണ്. കൊലാത്ത് പൊറുക്കാനാണെങ്കിൽ മോനെ കൊച്ചുവാവ പൊറുപ്പിക്കുകയല്ല.
പുകച്ചു പുറത്തി അടിക്കും. ഇന്നവിടെ ഇട്ട് ഞാൻ ചാരായം വാറ്റി തുടങ്ങും. രാപകലാളായിരിക്കും. പോയെന്ന് പുറത്തു നോക്ക്. ചെല്ല്. അയ്യോ, അവനെ അങ്ങനെ വിടരുത്. തുമ്മക്കൊരു മകനേ ഉള്ളൂ. ഈശ്വരനെ വിചാരിച്ച് അവനെ തിരിച്ചു വിളിക്ക്. രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് പെണ്ണ്? ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. എന്റെ ഭഗവാനെ. എന്നിട്ട് അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, വീട് കണ്ടു. അങ്ങനെ കാണേണ്ടതെല്ലാം കണ്ടു. എന്നിട്ട് പിന്നെ എന്താ പോന്ന്? അവിടെ താമസിപ്പിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? എടോ സാറേ, ഓ, താനിത് എവിടെയായിരുന്നു? പോലാത്ത ഉമ്മക്ക് ഇന്ന് വാറ്റു തുടങ്ങണം. ഞങ്ങളുടെ ഉത്തരം ഞങ്ങളാറ് പിണങ്ങി അവിടെ പൊറുക്കാൻ പോയിരിക്കേണ്. നേരോ? അതേടോ. അവനെ ഉമ്മക്ക് അവിടുന്ന് ചാരിച്ച് ഇങ്ങാട്ട് കൊണ്ടുപോന്നെ. ആ തമ്പുരാട്ടിമാരെ അവിടുന്ന് കടത്തണം. എന്നിട്ട് ആ കോവിലകം നിങ്ങൾ എന്നാ ചെയ്യാൻ പോവുകയാണ്? നിന്റെ ചെവിയിൽ എന്നെ ആപ്പടിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാളും പറഞ്ഞ അങ്ങാട്ട് കയറിയില്ലേ? ചാടിക്കേറി അകത്താട്ട് വന്നാടി. കൊല്ലനെ കൊല്ല്. ഇത് പുറത്തൊന്ന് പറയാനുള്ള കാര്യമല്ല. മകനെ ഇറക്കി വിട്ട് രണ്ടുപേരും കൂടെ അല്ലേ? മകനെ മാത്രമല്ല, കോലാത്തെ തമ്പ്രാട്ടി കൊച്ചുണ്ട്. ഉണ്ട്. രണ്ടുപേരും കല്യാണിയുടെ കുടിയിലുണ്ട്. നിന്റെ കുടിയിലാ? അവരെവിടെ ഉണ്ടാ കല്യാണി? പിന്നെ എനിക്ക് അതുങ്ങളെ ഓടിച്ചു കളയാൻ പറ്റുവാ? വഴിയെ പോന്നത് കണ്ടപ്പോ കാര്യം ചോദിച്ചു, പറഞ്ഞു കല്യാണിയുടെ കൂടെ പോന്നാ. പോന്നു. ദേ കപ്പയും പുഴുങ്ങി കാപ്പിയും തിളപ്പിച്ചു കൊടുത്തേച്ചാണ് ഞാൻ പോന്നത്. നാണം കെട്ടവൻ. ഇങ്ങോട്ട് വരട്ടാ. എങ്ങനെ വരും? ഇവിടെ 6 കൊല്ലം തുള്ളുകല്ലേ. അതിങ്ങ് അവിടെങ്ങാനും കഴിഞ്ഞാട്ട്. കല്യാണിനെ എനിക്ക് വിശ്വാസാണ്. എടി എന്തരവളെ, കൊച്ചുവാവയുടെ മകൻ കുറത്തി കല്യാണിയുടെ കുടിയില. എന്ത് ചെയ്യാം? കൊച്ചുവാവ മുതലാളിയുടെ മകനും കോലാത്തെ കൊച്ചു തമ്പുരാട്ടിക്കും കുറത്തി കല്യാണി ചുണ്ണാമ്പ് വിറ്റ് ചോറ് കൊടുക്കേണ്ടി വന്ന്. ഓരോരോ കാലവിശേഷേ ഭഗവാനെ. എടി, അവരെ ഇപ്പൊ അവിടുന്ന് ഇറക്കി വിടണം. അതിനു വേണ്ടിട്ടല്ലല്ലോ വഴിയെന്ന് വിളിച്ചാണ്ടും പോയത് ആണാ? അപ്പൊ നീ ഇറക്കി വിടുകയല്ല. അതിങ്ങനെ അവിടെ നിർത്തുകയല്ലേ? എടി, അത് എനിക്ക് മാനക്കേടാണെന്ന്. കൊച്ചുവാവ മുതലാളിക്ക് അത് ഇമ്മിണി മാനക്കേട് തന്നെയാണ്. പക്ഷെങ്കിൽ മാനം കെടുകയെ നിവർത്തിയുള്ളൂ. കല്യാണി വിടുകയല്ല ഇറക്കി. ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നാ പറഞ്ഞാണ്ട്? അവര് പ്രായപൂർത്തിയാകാത്തവരാണ്. അതിന് അവരെന്നാ ചെയ്തപ്പാ? എനിക്കിഷ്ടമുള്ള 2 പിള്ളേരെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൊറപ്പിക്കണം. അതിൽ 1 പെണ്ണും 1 ആണുമായിപ്പോയി. ആരുടെ കുറ്റം? അതുകൊണ്ട് അവരെ അവിടെ പൊറപ്പിക്കാൻ മേലെ ഏത് പോലീസാണ് വന്നതെന്ന് കാണാലോ. എന്നത്? എന്റെ പൊന്നു മുതലാളി, താളത്തിനൊപ്പിച്ച് പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണം. തന്റെ ഒരു താളം ഒപ്പിച്ചു തരാടോ. ഒപ്പിച്ചു തരാം. എന്തിനാണ് മുതലാളി ഈ വാശി? ആരാടാണ് ഈ വാശി? ഈ വാശിയൊക്കെ പിടിച്ചതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ്? ഒന്നേലൊരു തിരിയാണ്. എന്നിട്ടിപ്പോ എവിടെ? വാസ്തവം എന്നെ കണ്ടോ? ന്യായം പറയുന്നത് കുറവനായാലും കുറത്തിയായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ മുതലാളി? തന്റെ ഒരു കുറവനും കുറത്തി. അയാളെ എന്തിനാണ് തല്ലണത്? കല്യാണി ചോദിച്ചാലും നിങ്ങൾ മറുപടി പറയാത്ത എന്താണ്? ആരാണ്ടിനെ എന്നോ കൊന്ന്. ആരാണ്ടിനെയാ? എന്റെ തന്തേരാണ്ടി കൊന്നത്. ആയിക്കോട്ടെ, അതിന് നമ്മുടെ മകൻ എന്ത് പിഴച്ച്? അതുങ്ങൾ കണ്ണീര് കുടിച്ചാൽ നിങ്ങളുടെ സങ്കടം തീരുവാ. നിങ്ങൾ പറഞ്ഞ പോലെ ആ കോലം നിൽക്കുന്നിടത്ത് നിങ്ങൾ കുളം കുഴിക്കുക, തോട് വെട്ടുക, എന്നാ വേണേലും ചെയ്യും. ആ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷയില്. കൊച്ചു പിള്ളേര്, അവർക്കിപ്പോ സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. വഴക്കിടാനുള്ള പ്രായം ആയില്ലെന്നേ. അപ്പൊ പിന്നെ നമ്മളും കൂടെ അവരുടെ കൂടെ കൂടിയേക്കണം. അല്ലാണ്ട് എന്നതാണ്? അതിന് ഞാനിപ്പോ എന്നാ വേണമെന്നാണടി പറയണത്. ആ പിള്ളേരെ 2 പേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. വിളിച്ചോണ്ട് പോരാനൊന്നും എനിക്ക് പറ്റുകയില്ല. മനസ്സുണ്ടെങ്കിലേ തന്നെത്താൻ വരട്ടെ. വന്നു കയറിയ ഓടിക്കയിലല്ല. എന്താ മിണ്ടാത്ത? ഓടിക്കയിലല്ല. ഇനി എന്നാ മുദ്രപത്രത്തെ എഴുതി തന്നെ എന്താ കുറത്തി? എങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം കല്യാണി. ഇനി നേര് പറയല്ല, അവരെന്റെ കുടിയിലില്ല. വഴി വെച്ച് ഞാൻ കണ്ട് വിളിച്ചു, വന്നില്ല.
അവര് കോലാത്തോട്ട് തന്നെ പോയി. കോലാത്തുണ്ട്. വാ, നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം. ഞാനും കൂടി പൊയ്ക്കോട്ടെ. ഇനി സമയം കളയണ്ട, വാ. ഞാനിതൊന്ന് മാറിക്കോട്ടെ കല്യാണി. ഓ, ഇതൊക്കെ മതി. ഇങ്ങോട്ട് പോരാ വാ. പോരാ, ആദ്യമായിട്ട് സംബന്ധ വീട്ടിൽ പോണതല്ലേ. ഇടീ തുണി ഉടുക്കാണ്ട് പോണതാ അതിന്റെ ചേരി. ദേ, ഞാൻ ഷർട്ടെന്ന് വരാം കല്യാണി. നാണിയമ്മേ, ആരുമില്ലേ അവിടെ? ആരെങ്കിലും ഓടി വന്നോളൂ. രാമൻ നായരെ, ഓടി വന്നോളൂ. ആരെങ്കിലും ഓടി വന്നോളൂ. നാണിയമ്മേ, ഇങ്ങോട്ട് ഓടി വന്നോളൂ. എന്താ എന്താ വല്യമ്പ്രാറ്റിയെ, എന്താ? കുട്ടിയോള് രണ്ടും കൂടി വാതിക്കൽ വന്ന് എന്നെ നോക്കി കരഞ്ഞ് തൊഴുതിട്ട് പോയി. വിളിച്ചിട്ട് വിളി കേൾക്കണില്ല. ഒന്ന് പോയി നോക്കിക്കോളൂ. അപ്പോ വാറ്റാൻ തന്നെ തീരുമാനം? അയ്യോ പിന്നെ വെറും തീരുമാനമൊന്നുമല്ല, എന്റെ വലിയൊരാശയാണ്. അത് നടക്കണം, നടത്തും. വന്നോളൂ വന്നോളൂ, കാഴ്ച കാണണ്ടേ? കോവിലിൽ നിന്ന് കത്തി എരിയണോ? വേഗം വന്നോളൂ, കോവിലൻ കത്തി എരിയണത് കാണണ്ടേ? ഓലോത്തിട്ട് ചാരായം പാറ്റണ്ടേ? വന്നോളൂ വന്നോളൂ. രാമനായര്, എന്താ ഈ പറയണേ? ഓലോത്ത വല്യമ്പ്രാന്റെ മുറിയില് കോഹനും കൊച്ചമ്പ്രാട്ടി ഒന്നിച്ചങ്ങട് തൂങ്ങി മരിച്ചു. അത് കണ്ടുവന്ന ഞാന് കോലോത്തിന് തീ വച്ചു. എന്റെ പൊന്നു മോനെ,